Abraham Malayali Association New Year and Christmas Celebration 2025. Hello, hi, good evening, good afternoon. Kerala Malayali Association ഈ വർഷത്തെ ക്രിസ്മസ് ന്യൂ ഇയർ പ്രോഗ്രാം അതിനുവേണ്ടിയാണ് നമ്മളെല്ലാവരോടും ഒത്തുകൂടിയിരിക്കുന്നത്. നമ്മുടെ ദൈവത്തിൻ്റെ സ്വന്തം നാടായ കേരളത്തിൽ നിന്നും ജോലി സംബന്ധമായി ഇവിടേക്ക് പറിച്ചു നടപ്പെട്ടവരാണ് നമ്മളെല്ലാവരും. അപ്പോൾ നമ്മുടെ എല്ലാം ജോലി തിരക്കുകളൊക്കെ മാറ്റിവെച്ച് ഒരു അല്പസമയം ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടി നമ്മുടെ കൊച്ചു കുട്ടികളുടെ പ്രോഗ്രാമുകളൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ എത്തിയിരിക്കുന്നത്. നമ്മുടെ മലയാളികൾ പൊളിയാണ് അല്ലേ? ആണോ? നമ്മൾ എവിടെ ചെന്നാലും മലയാളികൾ പൊളിയാണ്. അപ്പോൾ അങ്ങനെ നമ്മുടെ സംസ്കാരം നമ്മൾ മുറുകെ പിടിക്കാൻ നമ്മൾ വളരെ എപ്പോഴും മുൻപന്തിയിൽ തന്നെയാണെന്ന് തന്നെ പറയാം. കേരളത്തിൽ നിന്ന് എവിടെ പോയാലും ഈ ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് പോയാലും നമ്മുടെ എല്ലാ പരിപാടികളും നമ്മുടെ കേരള തനിമയ്ക്ക് ഒട്ടും മാറ്റിക്കൂട്ടാതെ തന്നെ നമ്മൾ അതിന് ഏറ്റവും പ്രാധാന്യം നൽകിക്കൊണ്ട് അതിന് മുൻപന്തിയിൽ തന്നെ നമ്മൾ നിർത്താറുണ്ട്. നമ്മുടെ സങ്കല്പങ്ങൾ, നമ്മുടെ നാടിൻ്റെ സംസ്കാരം അത് അടുത്ത തലമുറയ്ക്ക് പകർന്നു കൊടുക്കാനുള്ള ഒരു അവസരം കൂടിയാണത്. Christmas is a joyful celebration of the birth of Jesus Christ. Christmas reminds us of the unconditional love of God towards man. അതെ, വെറും ആഘോഷങ്ങൾ മാത്രം ഒതുങ്ങിക്കൂടേണ്ട ഒന്നാണ് ക്രിസ്മസ്. നമ്മളെല്ലാവരും ക്രിസ്മസിൻ്റെ ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞു, ന്യൂ ഇയറിൻ്റെ ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞു, നമ്മുടേതായിട്ടുള്ള സെലിബ്രേഷൻസ് എല്ലാം കഴിഞ്ഞു. എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പർ മിസ്റ്റർ ജോൺസിനെ ഇതിൽ ഔദ്യോഗികമായി സ്വാഗതം ചെയ്തതിനു വേണ്ടി സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. മിസ്റ്റർ ജോൺസൺ പ്ലീസ്. നിങ്ങൾ ഓരോരുത്തരെയും എൻ്റെ വ്യക്തിപരമായ കേരള മലയാളി അസോസിയേഷൻ്റെ പേരിലും ഓരോരുത്തരെയും ഞാൻ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ പേരിലും നിങ്ങളെ ഓരോരുത്തരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. താങ്ക് യു. നിങ്ങൾക്ക് നന്ദി. നമസ്കാരം. രണ്ടാം അധ്യായം 1 മുതൽ 7 വാക്യങ്ങൾ. അക്കാലത്ത് ലോകമാസകലമുള്ള ജനങ്ങളുടെ പേര് എഴുതി ചേർക്കപ്പെടണം എന്ന് അഗസ്റ്റസ് സീസറിൽ നിന്ന് കൽപ്പന പുറപ്പെട്ടു. കിരീനിയോസ് സിറിയയിൽ ദേശാധിപതി ആയിരിക്കുമ്പോൾ ആദ്യത്തെ ഈ പേരെഴുതി നടന്നു. പേരെഴുതിക്കാനായി ഓരോരുത്തരും താതാങ്ങളുടെ നഗരത്തിലേക്ക് പോയി. ജോസഫ് ദാവീദിന്റെ കുടുംബത്തിലും വംശത്തിലും പെട്ടവനായിരുന്നതിനാൽ പേരെഴുതിക്കാനായി ഗലീലയിലെ പട്ടണമായ നസറത്തിൽ നിന്ന് യൂദയായിൽ ദാവീദിന്റെ പട്ടണമായ ബത്ലഹേമിലേക്ക് ഗർഭിണിയായ ഭാര്യ മറിയത്തോട് കൊണ്ടുപോയി. അവൾ തന്റെ കടിഞ്ഞൂൽ പുത്രനെ പ്രസവിച്ചു. അവനെ പിള്ള കൊച്ചു കൊണ്ടുപൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തി, കാരണം സത്രത്തിൽ അവർക്ക് സ്ഥലം ലഭിച്ചില്ല. Blessings we have received. It is the moment to cherish our memories. In closing, I wish you all of you here a Merry Christmas filled with the warmth, joy and love. Thank you and may your days be bright. വൈവിധ്യങ്ങൾ മറന്നുകൊണ്ട് നമ്മൾക്ക് ഒരുമിച്ച് സന്തോഷിക്കാനും ആഘോഷിക്കാനും കഴിയും എന്നതാണ് ക്രിസ്തുമസിന്റെ പ്രത്യേകത. So I welcome everyone in the team for a wonderful welcome dance. Toys in every store, but the prettiest sight to see.
के सिंग उठा के तुम भी नाचो, बाजी जम के ताल ढोल बेटा राजू उड़ के नाचो, हीरो से भी तेज कोई कर सके जो तेज नाचो, कपल में घोड़े जैसे भाग टोर छोड़ नाचो, इतनी जो तो रोट मोटा मिर्चा खा के ऐसे नाचो, हाजा छोरे हाजा गोरे हाजा छोरे नाचो 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 वीर नाचो 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 यार नाचो 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 कच्ची कैरी जैसा। Next is Gladys. Welcome to the stage, everybody. Let me tell you about Christmas magic. It's a wondrous thing to be. സകൃതകൃതമായ നാട്ടുകാരെ ശ്രദ്ധിക്കുക, കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കേണ്ട.
ഒരുമാതിരി തക്കിട തരികിട പാട്ടൊന്നും പാടി ഷൈൻ ചെയ്യാൻ നോക്കണ്ട. എന്നെ പോലുള്ള സാധാരണക്കാർക്ക് പാടാനും ഡാൻസ് ചെയ്യാൻ പറ്റുന്ന പാട്ടാണെങ്കിൽ മതി. शांति समाज के തിരുവനന്തപുരം സംവിധാനം ജോസ് പെരേര. എന്തു പറ്റി മോളെ മേരി? ഇന്നും ഞാൻ കണ്ടു ആ സ്വപ്നം. പൂർവ്വപിതാവായ മോശയും ദൈവവും തമ്മിലുണ്ടായ ഉടമ്പടിയുടെ രഹസ്യത്തിന്റെ സ്വപ്നം. ദൈവജനത്തെ അടിമത്തിൽ നിന്ന് മോചിപ്പിച്ച രക്ഷാകര ദൗത്യത്തിന്റെ ഉടമ്പടിയുടെ സ്വപ്നം. ആകട്ടെ മോളെ, ദൈവം നമ്മിൽ ഉളവാക്കുന്ന ഓരോ സ്വപ്നത്തിനും ഓരോ അർത്ഥവ്യാഖ്യാനങ്ങളുണ്ടാകും. അവയൊക്കെ അളന്നു കുറിച്ച് മനസ്സിലാക്കിയെടുക്കുവാൻ തക്ക വിവരമൊന്നും നമ്മെപ്പോലുള്ള സാധാരണ മനുഷ്യർക്കില്ല മോളെ. നമുക്ക് കാത്തിരിക്കാം ദൈവം നമ്മിൽ നല്ലത് മാത്രം പ്രവർത്തിക്കാൻ. മറ്റൊരു ദിവസം മേരിയുടെ വീട്. നമ്മുടെ മകൾ സുന്ദരിയാണ്. നമ്മുടെ മരുമകനാകാൻ പോകുന്ന ജോസഫ് സുമുഖനും സൽസ്വഭാവിയുമാണ്. ദൈവം നമ്മുടെ മകളെ അതിവിശിഷ്ടമായി അനുഗ്രഹിച്ചിരിക്കുന്നു. അതെ അതെ, ദൈവത്തിന്റെ കാരുണ്യം എന്റെ മകളിൽ സദാ നിലനിൽക്കുന്നു. എന്തു പറ്റി മോളെ, നീ എന്തിനാ കരയുന്നത്? എനിക്ക് മനസ്സിലായി അമ്മേ, എനിക്കെല്ലാം മനസ്സിലായി. ദൈവം കാട്ടിത്തന്ന സ്വപ്നത്തിന്റെ അർത്ഥം എനിക്കിന്ന് മനസ്സിലായി. എന്തു പറ്റി മോളെ, പറയൂ. ദൈവത്തിന്റെ ദൂതൻ പ്രത്യക്ഷപ്പെട്ട് എന്നോട് പറഞ്ഞു, ദൈവത്തിന്റെ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നിൽ പ്രസാദിച്ചിരിക്കുന്നു.
പ്രധാനമായ രക്ഷകൻ നിന്നിൽ നിന്ന് പിറക്കാൻ പോകുന്നു. പരിശുദ്ധാത്മാവ് നിന്നിൽ പ്രവർത്തിക്കും. നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. അവൻ ഇമ്മാനുവൽ എന്ന് വിളിക്കപ്പെടും. ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വചനം എന്നിൽ നിറവേറട്ടെ. എന്താ തോന്നിട്ട് ഈ കാലിത്തൊഴുത്തൊക്കെ വൃത്തിയാക്കുന്നത്? അതൊരു കാര്യങ്ങളുമില്ലാത്ത തൊഴുത്ത്. ഓ അതോ, കുറെ നാളായി മനസ്സിലേക്ക് ആരോ പറയുന്നത് പോലെ ഈ തൊഴുത്ത് വൃത്തിയാക്കിയിടാൻ ആവശ്യമുള്ളതൊക്കെ. അതാരാ മനസ്സിലിരുന്ന് ഇങ്ങനെയൊക്കെ പറയാൻ? ആർക്കറിയാം. എന്തായാലും വൃത്തിയാക്കിയിടുന്നു, അത്രയേ ഉള്ളൂ. വൃത്തിയാക്കിക്കോ. ഇപ്പൊ വരും രാജാവ് പടയാളികൾ കയറി താമസിക്കാൻ. വയസ്സാ കാലത്ത് നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ല. ലോകമാസകങ്ങളുള്ള ജനങ്ങളുടെ പേരെഴുതി ചേർക്കണമെന്ന് അഗസ്റ്റ സീസറിൽ ഒരു കൽപ്പന പുറപ്പെട്ടു. വേഗമാകട്ടെ, രാവിലെ മുമ്പ് നമുക്ക് പേരെഴുതി ചേർക്കാനുള്ള ബേഥലേം അതിർത്തിയിൽ പ്രവേശിക്കണം. ശരി ജോസഫ്, എങ്കിലും ഈ പ്രാണവേദനയിൽ എങ്ങനെ അത്ര ദൂരം സഞ്ചരിക്കുമെന്നതിൽ എനിക്ക് ആശങ്കയുണ്ട്. എല്ലാ ദൈവത്തിന്റെ ഇഷ്ടമാണ്. അപമാന രീതിയിൽ രഹസ്യത്തിൽ നിന്ന് ഉപേക്ഷിക്കാൻ തീരുമാനിച്ചിരിക്കും. സ്വപ്നത്തിൽ ദർശനം എന്ന ദൈവം ഈ പരീക്ഷണത്തിൽ നമ്മോട് കൂടെ ഉണ്ടാവും. നമുക്ക് യാത്ര തുടരാം. എന്താ അപ്പ ഇന്നലത്തെ രാത്രിക്ക് ഒരു പ്രത്യേകത? ഇന്നത്തെ രാത്രി വ്യത്യസ്തമാണെന്ന് തോന്നുന്നു മകനെ. അതെന്താ അപ്പ ഇന്നത്തെ രാത്രിക്ക് മറ്റു രാത്രിയേക്കാൾ വ്യത്യസ്തമാകുന്നത്? കാരണം എനിക്കും അറിയില്ല മകനെ. പക്ഷേ ഇന്നത്തെ രാത്രിക്ക് എന്തൊക്കെയോ പ്രത്യേകതകൾ ഉള്ളതുപോലെ തോന്നുന്നു. എന്തൊക്കെയോ സംഭവിക്കാതിരിക്കുന്നത് പോലെ. അപ്പ വൃത്തിയാക്കിയ ആ തൊഴുത്തിൽ എവിടെ നിന്നാണ് കുറെ കന്നുകാലികൾ വന്നു ചേർന്നത്? അറിയില്ല മകനെ. അതൊക്കെ ഓരോ അത്ഭുതങ്ങൾ. എല്ലാം യഹോവയുടെ നിശ്ചയം. എല്ലാം ഇന്നത്തെ രാത്രിക്ക് വേണ്ടി എന്ന പോലെ ഒരു തോന്നൽ. അപ്പ ആകാശത്ത് കാണുന്ന നോക്കൂ, ആ അവയ്ക്ക് എന്തിനും പറയില്ലേ നല്ല തിളക്കമുണ്ടല്ലോ. അതെ, ആകാശത്തിലെ ഈ താരങ്ങളും ലോകമാസങ്ങളും ദൈവമായി എന്തോ ഒന്നിനെ വരവേൽക്കാൻ ഒരുങ്ങുന്നത് പോലെ. നഗരം മുഴുവൻ ഞങ്ങൾ അറിഞ്ഞു. എല്ലാ സമയത്തും തിരക്കാണ്. എന്റെ ഭാര്യ ഗർഭിണിയാണ്. എവിടെയെങ്കിലും തല തയ്ക്കാൻ വേണം. ഹേയ്, ഇവിടെ എന്റെ സ്ഥലമില്ല. നിങ്ങൾ വേറെ എവിടെയെങ്കിലും നോക്കൂ. ഇനി നമ്മൾ എന്ത് ചെയ്യും മേരി? സാരമില്ല, നമുക്ക് മറ്റൊരിടം നോക്കാം. ദാ അവിടെ ഒരു വെളിച്ചം കാണുന്നു. കണ്ടിട്ട് ഒരു തൊഴുത്താണെന്ന് തോന്നുന്നു. തൽക്കാലം നമുക്ക് അവിടെ വിശ്രമിക്കാം. മേരി, അതും കാലിത്തൊഴുത്തല്ലേ? അവിടെ വേണോ? സാരമില്ല ജോസഫ്, എനിക്ക് വേദന സഹിക്കാനാവുന്നില്ല. നമുക്ക് അങ്ങോട്ട് തന്നെ പോകാം. അപ്പ ഇതാണോ അപ്പൻ പറഞ്ഞ ഇന്നത്തെ രാത്രിയുടെ പ്രത്യേകത? അതെ മകനെ, ഈ ലോകത്തിന്റെ രക്ഷകനായി ഇവരുടെ കാത്തിരിപ്പിന്റെ വിരാമമായി ബേത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ ലോകത്തിന്റെ രക്ഷകൻ തുറന്നിരിക്കുന്നു. ഇന്നത്തെ ഈ രാവ് അത് വ്യത്യസ്തമാണ്. അതെ, ദൈവം മനുഷ്യനായി അവതരിച്ചതിന് രക്ഷയുടെ പൊൻസുദിനം. ഒരു ഗ്രാമത്തിൽ ഒരു ധനുമാസത്തിൻ കുളിരും രാവിൽ രാപാത്തിരുന്നു
പരിമളമായി ഞാൻ എഴുതിയ വരികൾക്കൊക്കെ നീ എന്തിനു താളം നൽകി? ഞാൻ എഴുതിയ വരികൾക്കൊക്കെ നീ എന്തിനു താളം? നിങ്ങൾ ആര് വിളിക്കുന്നോ അവസാനം ഏറ്റവും ഹയസ്റ്റ് പ്രൈസ് വോട്ട് ചെയ്യുന്ന ആൾക്കാണ് ഈ ഐറ്റം കിട്ടുന്നത്. ഓക്കെ, നമ്മൾ ഓരോ ഐറ്റംസ് ആയിട്ട് എടുക്കുന്നത് പല പല ഐറ്റംസ്, ഹൗസ് ഐറ്റംസ്, പിന്നെ അതുപോലെ ഡ്രിങ്ക്സസ് എല്ലാം ഉണ്ട്. അപ്പം നിങ്ങൾ ആരെങ്കിലും ഏറ്റവും ഹയസ്റ്റ് വോട്ട് വരുന്നതിന് നമ്മൾ ഗിഫ്റ്റ് കൊടുക്കും. അതല്ലാതെ വിളിക്കുന്നതിന് വേറെ പൈസ ഒന്നും ചാർജ് ചെയ്യുന്നില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് കൂട്ടി വിളിക്കാം. ആരാണോ ലാസ്റ്റ് വിളിക്കുന്നത്, ഏറ്റവും ഹയസ്റ്റ് പ്രൈസ് ആര് വിളിക്കുന്നോ ആ ആൾക്കാണ് ഈ ഗിഫ്റ്റ് അല്ലെങ്കിൽ ആ ഒരു സമ്മാനം കിട്ടുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം If you enjoyed this video, don't forget to show your support. Your likes and subscriptions help us create more content for you.